അപ്പോൾ തുടക്കം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ടാകാം. അപ്പം ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ദേ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷമൊക്കെ അടിപൊളിയാക്കി. നിങ്ങൾ പൊളിച്ചായിരുന്നോ ന്യൂ ഇയറൊക്കെ? ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചു കേട്ടോ. എങ്ങും പോയൊന്നുമില്ല, പിന്നെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലും പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തണ്ണിമത്തം മുറിക്കുകയാണ്. തണ്ണിമത്തം മാത്രമല്ല, ആപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്, അങ്ങനെ എല്ലാം കൂടിയാണ്. ദേ അമ്മ ദേ താറാവിറച്ചി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ദേ രഞ്ജിത്തേട്ടൻ ദേ ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് അത് ചെയ്യുന്നത് കണ്ട് ഇത് ചെയ്യുന്നത് കണ്ട് ഉപദേശങ്ങളാണ്. അപ്പോൾ അനിയൻ പറഞ്ഞ് അച്ഛൻ പൊക്കോ ഞങ്ങൾക്കറിയാമെന്ന്. അതിടക്കുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പാട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫുൾ ടൈം ഇരുന്നത്. അപ്പോൾ രാഹു പറയുന്നുണ്ട്, എടി പാട്ടിട്ടുണ്ട് ഇത് യൂട്യൂബിൽ ഇടല്ലേ എന്ന്. ആ പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടേ ഇടത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. അതെ അന്നേരത്തേക്ക് അച്ഛൻ അണ്ടിപ്പരിപ്പുമായിട്ട് വന്നു. എല്ലാവർക്കും അണ്ടിപ്പരിപ്പ് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് കൈനീട്ടി ഫസ്റ്റിലെ നിന്ന് എനിക്ക് ഏറ്റവും ലാസ്റ്റാണ് തരുന്നത്. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ വിളമ്പ ഭയങ്കര മിടുക്കനാണ് കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ അതിനകത്തുനിന്ന് ഇച്ചിരി വീതമുള്ളൂ നമുക്ക് തരത്തുള്ളൂ. അത് കപ്പലണ്ടി ആയാലും അണ്ടിപ്പരിപ്പായാലും ബദാമായാലും അതങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതേ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് തുള്ളിച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രഞ്ജിത്തേട്ടനും പോയി 2-3-4 സ്റ്റെപ്പൊക്കെ വെച്ചുകൊണ്ട് വരുന്നുണ്ട്. അച്ഛൻ വന്നത് ഉടനെ പാട്ടും പാടി വന്നിരുന്നുണ്ട്. ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഫ്രൂട്ട്സും എടുത്തുകൊണ്ട് പോവുകയാണ്. അതിപ്പോൾ ഓറഞ്ചും അല്ല, ആദ്യമേ വന്ന് അതെല്ലാം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താറാവിറച്ചി ഒന്ന് പോയി ടേസ്റ്റ് ചെയ്തു. കൊള്ളാം, അടിപൊളിയാണ്, നല്ലൊരു കുക്കാണ് എൻ്റെ അമ്മ. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചില്ലാകാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ജിമ്മ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറ് ഉച്ചക്ക് സാമ്പാറും തോരനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു സിസ്റ്റർ വന്നു. അങ്ങനെ അവളുമായിട്ട് കുറേ നേരം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അമ്പലത്തിൽ പോയി ഒന്ന് പറയൊക്കെ നിറച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് എല്ലാം ഒന്ന് കണ്ടു. അപ്പോൾ ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം സ്പൈഡർമാൻ്റെ ഈ ഒരു കറക്കണ ഒരു സാധനം, അതൊരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ആ ഒരു ചെറിയ കടയെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അതിൻ്റെ സ്പൈഡർമാനും ഉണ്ടായിരുന്നു, ഒരു അയൺമാനും ഉണ്ടായിരുന്നു. രണ്ടും ഞങ്ങൾ അങ്ങോട്ട് പൊക്കി വെച്ച്. വേറെ ഒരു കടയിലും ഈ സംഭവം നോക്കിയിട്ട് വേറെയുള്ള പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് അത് കണ്ടില്ല കേട്ടോ. അനിയത്തിയുടെ മക്കൾക്കും എല്ലാം നോക്കിയിട്ട് അങ്ങനെയുള്ള സംഭവം കണ്ടില്ല. പക്ഷേ ഇത് വെറൈറ്റി സാധനമായിരുന്നു. പിന്നെ അവിടെയൊക്കെ നടന്നപ്പോഴേക്കും അച്ഛനെ ഒന്ന് വിളിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നോ, വീട്ടിൽ കിടന്ന് കാണിക്കുന്ന ഇതൊന്നും പുറത്ത് ഇറങ്ങുമ്പോൾ ഇല്ല കേട്ടോ. വീഡിയോയുടെ ഫ്രണ്ടിലോട്ടേ വരാൻ മടിക്കുന്നു. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി. ഇതേപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ പണ്ടില്ലേ വാങ്ങാനായിട്ട് കൊതിച്ചിട്ടുണ്ട്. ആകെപ്പാടെ കിട്ടിക്കൊണ്ടിരുന്നത് 1 രൂപയുടെയും 2 രൂപയുടെയൊക്കെ ബലൂണായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ കണ്ടിട്ട് വന്നപ്പോഴേക്കും അവിടെ ഡാൻസ് പരിപാടി തുടങ്ങി. പിന്നെ അതെല്ലാം കണ്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ കൊച്ചേർക്കനും എല്ലാം ഉണ്ട്. ഞങ്ങൾ രാവിലെ തൊട്ട് പാട്ടിട്ടുണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞ് സംസാരിക്കാൻ പോലും വയ്യ, കിടന്ന് കാറും കോവി പാട്ടുപാടി എല്ലാം ഇരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ പരിപാടിയിലോട്ട് കടന്നു. അങ്ങനെ ന്യൂ ഇയറിൻ്റെ ഇത് എണ്ണിക്കൊണ്ടേ ഇരിക്കുവാണ്. വെറുതെ വിരലെണ്ണി ഞാനവിടെ ചാഞ്ഞ് പോകാറായി. പിന്നില്ലേ അങ്ങനെ പെട്ടെന്ന് അവൻ്റെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു തോക്കെടുത്ത് എൻ്റെ കയ്യിൽ തന്നപ്പോഴേക്കും ഞാൻ അതിട്ട് കുറച്ച് നേരം അഭ്യാസമൊക്കെ കാണിച്ചു. അന്നേരത്തേക്ക് ന്യൂ ഇയറിൻ്റെ ഘട്ടത്തിലോട്ടടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.